രാഷ്ട്രപതിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശബരിമല ദർശനത്തിനെത്തും എന്ന അഭ്യൂഹങ്ങൾ ശക്തം. കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ വൈകാരികമായി സ്വാധീനിക്കുന്ന ശബരിമല വിഷയം ബിജെപിക്ക് അനുകൂലമാക്കുക എന്ന ലക്ഷ്യവും ഈ സന്ദർശന നീക്കത്തിന് പിന്നിലുണ്ട് എന്ന സംശയം ശക്തമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മാർച്ച് അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. ഈ അവസരത്തിൽ അയ്യപ്പ ദർശനത്തിനെത്തും എന്നാണ് സൂചന. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത മാസപൂജ വേളയിൽ ദർശനത്തിനെത്തുമെന്നും പറയുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം ചർച്ചയാകുമ്പോഴാണ് അമിത്ഷാ ശബരിമലയിലേക്ക് എത്തും എന്ന അഭ്യൂഹങ്ങൾ നിറയുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി 12-ന് വാദത്തിനായി മാറ്റി. പത്മകുമാർ, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബു എന്നിവരുടെ ഹർജികളാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ പരിഗണിക്കുന്നത്. മുരാരി ബാബു മുൻപ് നൽകിയ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. 76 ദിവസത്തിലേറെയായി ജയിലിലാണ് എന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വീണ്ടും ഹർജി നൽകിയത്. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് ബിജെപിയും സിപിഎമ്മും വിവാദമായി ഉയർത്തിയിരുന്നു. യുഡിഎഫിനും ഇടതുമുന്നണിക്കും പിന്നാലെ മിഷൻ കേരളയുമായി ബിജെപിയും സജീവമായി കളത്തിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റാണ് ലക്ഷ്യം. 15 സീറ്റുകളിൽ കടുത്ത പോരിന് തന്നെയാണ് ബിജെപി തയ്യാറെടുക്കുന്നത്. തൂക്കുസഭ സ്വപ്നം കണ്ട് കറുത്ത കുതിരയാക്കാൻ ബിജെപിയുടെ നീക്കം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തിന് ശേഷം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് നീക്കം. ഇന്നലെ ബിജെപി ഭാരവാഹികളുടെ യോഗം ഓൺലൈനിൽ ചേർന്നിരുന്നു. അതിൽ മിഷൻ കേരളയും ചർച്ചയായി. 40 സീറ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ബിജെപി മുന്നോട്ട് പോകുന്നത്. അതിശക്തമായ മത്സരത്തിന് 15ഇടത്തെ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കും. LDFിനും UDFിനും ഭൂരിപക്ഷം ലഭിക്കാത്ത വിധത്തിൽ കറുത്ത കുതിരകളാകുക എന്നതാണ് ബിജെപിയുടെ മിഷൻ. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും സീറ്റ് ഉറപ്പിച്ചു. ശോഭാ സുരേന്ദ്രന്റെ പേര് കായംകുളത്താണ് പരിഗണിക്കുക. അമിത്ഷാ ജനുവരി 11-ന് കേരളത്തിലെത്തും. ഇതോടുകൂടി തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങാനാണ് ബിജെപി തീരുമാനം. ചരിത്ര വിജയം നേടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി അധികാരത്തിലേറിയത് ആഘോഷമാക്കാൻ കൂടിയാണ് അമിത്ഷാ എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന പ്രഖ്യാപനം നിലനിൽക്കെയാണ് മോദിക്ക് മുൻപേ അമിത്ഷാ എത്തുന്നത്. പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിക്കുന്ന തീയതി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ബിജെപി അംഗങ്ങളെയെല്ലാം തന്നെ ആഭ്യന്തരമന്ത്രി നേരിൽ കാണുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ജനുവരി 11-ന് തിരുവനന്തപുരത്ത് എത്തുന്ന അമിത്ഷാ ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച കൗൺസിലർമാരുടെ യോഗത്തിലും പങ്കെടുക്കും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങി പ്രധാന നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ സംബന്ധിക്കും. മോദിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണം തന്നെയായിരിക്കും സംസ്ഥാനത്ത് ബിജെപി പിന്തുടരുക. മോദിയെ മുഖമാക്കുന്നതിലൂടെ അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറം കൂടുതൽ സീറ്റുകൾ നേടാമെന്നതാണ് ബിജെപിയുടെ പ്രതീക്ഷ. അതേസമയം ഇടതുമുന്നണിക്ക് 110 സീറ്റ് എന്ന ലക്ഷ്യവുമായി മിഷൻ 110 സിപിഎമ്മും ലക്ഷ്യ 2026-ലൂടെ UDFിന് 100 സീറ്റിലധികം നേടാൻ കോൺഗ്രസ് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് 40 സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് മിഷൻ 40യുമായി ബിജെപിയും കളം നിറയുന്നത്. സീറ്റ് ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംഗം കുറിച്ച് മുന്നണികൾ വന്നു. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും തുടങ്ങിയതോടുകൂടി സംസ്ഥാനത്ത് ഇലക്ഷൻ മൂഡ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് 3ാം തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിഷൻ 110 അവതരിപ്പിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നും 30 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF പിന്നിലായത് എന്നും അവർ വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമില്ല, സമയബന്ധിതമായ നടപടികളിലൂടെ ഭരണം നിലനിർത്താനാകുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പ്രചാരണ മേൽനോട്ടത്തിന് ഉപസമിതി രൂപീകരിച്ച് 50 ദിവസത്തെ ദൗത്യം മന്ത്രിമാർക്ക് വീതിച്ചു നൽകും. സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന വിലയിരുത്തലിൽ ഉറച്ച വിജയ പ്രതീക്ഷയിലാണ് UDF. കഴിഞ്ഞ ദിവസം വയനാട് ചേർന്ന നേതൃ ക്യാമ്പിലാണ് ലക്ഷ്യ 2026 കോൺഗ്രസ് അവതരിപ്പിച്ചത്. UDFിന് 100 സീറ്റുകളിലധികം നേടാനുള്ള മാർഗരേഖയാണിത്. കോൺഗ്രസ് മാത്രം 70 സീറ്റിന് മുകളിലും ലക്ഷ്യമിടുന്നു. നിയമസഭയിൽ ഭൂരിപക്ഷം ലക്ഷ്യമില്ല എങ്കിലും തൂക്കുസഭാ പ്രതീക്ഷയുമായി കറുത്ത കുതിരയാകാനാണ് ബിജെപിയുടെ ശ്രമം. 40 സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് മിഷൻ 40.